ഇന്ത്യയിൽ പേരുകേട്ട സർവകലാശാല ഹൈദരാബാദ് സർവകലാശാല. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു പ്രതിഷേധ സമരത്തിലാണ്. കോൺഗ്രസ് അധികാരത്തിലുള്ള തെലങ്കാന സർക്കാരിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം. എന്തിനെന്നല്ലേ? അതാണ് പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ ഇക്കോ പാർക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മാർച്ച് 30-നും ഏപ്രിൽ 2-നും ഇടയിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപത്തുള്ള ഏകദേശം 2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ മരങ്ങൾ ഇവർ വെട്ടിമാറ്റുന്നു. ഒരു IT പാർക്കിന് വഴിയൊരുക്കുന്നതിനാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. മരങ്ങൾ വെട്ടിമാറ്റിയത് ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് പ്രതിഷേധ സമരം നടത്തിയത്. പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ബലപ്രയോഗവും നടത്തി. ഹൈദരാബാദിന്റെ ശ്വാസകോശമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ കാഞ്ചഗച്ചിബൗളി വനത്തിന്റെ വലിയൊരു ഭാഗം നിഷ്കരുണം വെട്ടിമാറ്റി. വനമേഖല നശിപ്പിച്ചാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും അത് അവഗണിക്കുകയായിരുന്നു തെലങ്കാന സർക്കാർ. ഹൈദരാബാദ് സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അരുൺ വാസി റെഡ്ഡിയും വന്യജീവി ഫോട്ടോഗ്രാഫർ ശ്രീറാം റെഡ്ഡിയും ചേർന്ന് തയ്യാറാക്കിയ പാരിസ്ഥിതിക റിപ്പോർട്ട് പ്രകാരം KGFലെ വനനശീകരണം സമീപ പ്രദേശങ്ങളിലെ താപനില ഉയരുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത്. KGF എന്ന വിശേഷണമുള്ള ഈ മേഖലയിലെ വനനശീകരണം പ്രദേശവാസികളെയും മൈക്രോസോഫ്റ്റ്, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 233 പക്ഷി ഇനങ്ങളുടെയും 72 വൃക്ഷ ഇനങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു KGF എന്നറിയപ്പെടുന്ന ഈ വനപ്രദേശം. 40,000-ലധികം മരങ്ങളെയും വൈവിധ്യമാർന്ന വന്യജീവികളെയും സംരക്ഷിക്കുന്ന ഒരിടം. മഞ്ചിറ നദിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ വനം സ്ഥിതി ചെയ്യുന്നത്. വെള്ളപ്പൊക്കം തടയുന്നതിലും ശുദ്ധജല തടാകങ്ങളെ നിലനിർത്തുന്നതിലും നിർണായക പങ്കാണ് ഈ വനപ്രദേശത്തിനുള്ളത്. ഹൈദരാബാദ് സർവകലാശാലയിലെ പ്രകൃതി സംരക്ഷകരും വിദ്യാർത്ഥികളും സമർപ്പിച്ച ഹർജികളിൽ 400 ഏക്കർ ഭൂമി വനസംരക്ഷണ നിയമപ്രകാരം വനം എന്ന വിഭാഗത്തിൽ പെടുമെന്നാണ് പറയപ്പെടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വന്നു. കാഞ്ചഗച്ചിബൗളി വനമേഖലയിലെ നാശം ഭയാനകമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നുവെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. പരിസ്ഥിതി അനുമതി സൂക്ഷ്മ പരിശോധനയിലാണ് പിന്നീട് പ്രവർത്തനങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്.